ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബാർലി കൊണ്ടൊരു അലീസ റെസിപ്പിയാണ്. ബാർലി മാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇവിടെ ഞാൻ കുറച്ച് പരിപ്പും കുറച്ച് റൈസും ചേർക്കുന്നുണ്ട്. ബീഫ് നന്നായി കഴുകിയത് ചേർത്തു, പച്ചമുളക് ചേർക്കുക, ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞതും, ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക, ഇഞ്ചിയും വെളുത്തുള്ളി, മല്ലിയില ഇതൊക്കെ ചെറുതായി അരിഞ്ഞത് ചേർക്കുക. വെള്ളം എത്രയാണോ ബാർലിയും അരിയും പരിപ്പൊക്കെ എടുത്ത് അതിൻ്റെ ഡബിൾ എമൗണ്ട് വെള്ളം ചേർത്തിട്ട് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് ബാക്കി സിമ്മിൽ തന്നെ ഒരു അരമണിക്കൂർ 20 മിനിറ്റോളം വെക്കുക. ശേഷം ഇതെടുത്ത് നന്നായി ഇതിലെ ബീഫൊക്കെ ഉടച്ചു കൊടുക്കുക. ഇത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും, അല്ലാണ്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ചൂടുള്ള പാനിക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്തിട്ട് നെയ്യ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ട് സവാള ഒരു ബ്രൗൺ ക്രിസ്പി ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക, കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ട് ആഡ് ചെയ്യുക. എൻ്റെ കയ്യിലിപ്പോൾ ബദാമാണുള്ളത്, അപ്പോൾ ഞാൻ ബദാം ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ച് വെച്ച അലീസയ്ക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നല്ലൊരു ടേസ്റ്റ് കൂട്ടുക തന്നെ ചെയ്യും. ഇതൊരു മിഡിൽ ഈസ്റ്റേൺ റെസിപ്പിയാണ് കേട്ടോ. ഹോൾ ഗ്രെയിൻ ഗോതമ്പ് കൊണ്ടോ അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഇത് ശരിക്കും ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഞാനൊന്ന് ബാർലി കൊണ്ട് ട്രൈ ചെയ്തു എന്ന് മാത്രം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പൈസി ഫുഡ് മാത്രം ഇഷ്ടമുള്ളവർ ഇത് ട്രൈ ചെയ്യരുത്, അല്ലാത്തവർ ഇത് എന്തായാലും ട്രൈ ചെയ്യുക. നല്ല ഇഷ്ടമാവും. ഒട്ടും സ്പൈസി അല്ല. എന്നും പറയുന്നത് പോലെ എരിവ് കൂടുതൽ വേണമെങ്കിൽ പെപ്പർ ചേർക്കുക, പച്ചമുളക് ചേർക്കുക. ഇത് നോമ്പിനൊക്കെ ഒരു സ്പെഷ്യൽ ഡിഷ് തന്നെയാണ്. നമുക്ക് ഭയങ്കര ഫില്ലിംഗ് ആണ്, നല്ല എനർജി തരും. ഇത് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കും. ഇതിൻ്റെ സ്പൈസി വെറൈറ്റി ഞാനിനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ, അസ്സാം വലൈക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.